വിഷയം ഉപ്പും മുളകും ലൈറ്റ്. എഗെയിൻ ദ സെയിം ലൂപ്പ്. അമ്മ, അച്ഛൻ, മകൾ, കല്യാണം. ആ ഒരു ലൂപ്പ് ഇങ്ങനെ എഗെയിൻ ഇവരുടെ ലൈഫിലേക്ക് കയറി വന്നിരിക്കുകയാണ്. സോ ഞാൻ പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, പണ്ട് ഇൻ ദ സെൻസ് കഴിഞ്ഞ കുറച്ച് കാലത്തിൽ നിങ്ങൾ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനൽ കാണുന്ന റെഗുലർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദിസ് കോണ്ടന്റ് വിൽ ബി ലൈക്ക് ഒരു 10 വീഡിയോ ചെയ്യാനുള്ള കോണ്ടന്റ് ഞാൻ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കും. ഐ വിൽ മിൽക്ക് ഇറ്റ്. ബട്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പോഴത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് കുറേ ഇങ്ങനെ ഒക്കെ എന്താ പറയുക, ലൈഫിൽ ഐ ഹവ് സീൻ ഓൾ കോണ്ടന്റ്, ടോപ്പിക്, എല്ലാ സാധനമൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഐ വാസ് വെയിറ്റിംഗ്. ബിക്കോസ് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ, ഓക്കെ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്. ഇപ്പം നമ്മൾ ഈസിയാണ്, റിയാക്ഷൻ ചാനലാണ്, ഇവരുടെ വീഡിയോസ് തുറന്നു വയ്ക്കുന്നു ആൻഡ് പഴയ വീഡിയോസ് എടുത്ത് ഓഡിറ്റ് ചെയ്യാം, പണ്ട് നടന്ന ഹാപ്പനിങ്ങൾ എടുത്ത് ഓഡിറ്റ് ചെയ്യാം, അവർ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ എടുത്ത് ഓഡിറ്റ് ചെയ്യാം. ആ സാധനങ്ങൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഊഹാപോഹം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, പക്ഷെ ഇവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ ഹാപ്പനിങ്സ് അറിയുന്ന ഒരാളാണ് ഇതിന് മുമ്പ് ഇവരുടെ ചാനലിൽ നടന്ന അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളിൽ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ മൈൻഡിൽ മനസ്സിലാക്കിയത് ജസ്റ്റ് വെയിറ്റ്. ബിക്കോസ് അവർ തന്നെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരും. പിന്നെ കുറച്ച് കാലം മുമ്പ് ഇവരുടെ വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം ഐ കെയിം ടു നോ ഈ അച്ഛൻ, അമ്മ, എസ്പെഷ്യലി അമ്മ വാസ് സഫറിങ് എ ലോട്ട്. സോ ആ കാരണം മേ ബി എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട്. സോ അതെന്നെ ഒരു ബാക്ക് ഫൂട്ടിലാക്കാൻ ഡെഫിനറ്റ്ലി അതുതന്നെയാണ് ഒരു പെർട്ടിക്കുലർ റീസൺ. ബിക്കോസ് അവർ കടന്നു പോകുന്നവരുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഈസ് ലൈക്ക് എന്നോട് പറഞ്ഞതിന് ശേഷം ഐ വാസ് ലൈക്ക് വൈ, ഞാൻ എന്തിനാ. സോ എല്ലാം കൂടിയും വെച്ച് നോക്കുമ്പോൾ ഈവൻ ഐ ഹാവ് സീൻ ദാറ്റ്, എന്താ പറയുക, കല്യാണം കഴിഞ്ഞ ഫോട്ടോ ആ കുട്ടിയുടെ ഞാനും കണ്ടു, ഒരുപാട് പേര് അയച്ചു തന്നു, മെൻഷൻ വന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഒന്നില്ലെങ്കിൽ അവർ പറയണം, കല്യാണം കഴിഞ്ഞ കുട്ടിയും പയ്യനും പറയണം, അല്ലെങ്കിൽ അമ്മ അച്ഛൻ പറയണം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ചേച്ചിയും ഹസ്ബൻഡും ഉണ്ട് അവർ പറയണം. സോ എവിടുന്നെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വരും. ഓക്കെ, ഊഹാപോഹങ്ങളിലേക്ക് ചാടണ്ട, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വന്നിരിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടി ഈ കുട്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സ് അവർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. സോ അവർക്ക് വേറെ ഒരാളുടെ അഭിപ്രായം കേൾക്കണ്ട, അവർക്ക് പറയാനുള്ളത് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുള്ള മൂഡിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഓഫാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പ്രീവിയസ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഇടും, അത് നിങ്ങൾക്ക് വീണ്ടും മെൻഷനായിട്ട് വരും. സോ ബെറ്റർ ഇതിന് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ചോദിക്കാനുള്ളവർ ചോദിച്ചിട്ട് പോകുമല്ലോ. ഓക്കെ, വാട്ട് എവർ. എന്താണെങ്കിലും ഈ ഒരു ലൂപ്പിലേക്ക് വീണ്ടും ഈ ഫാമിലി പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നോട് ഇങ്ങനെ ഇത് കോണ്ടന്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് റീവിസിറ്റ് ചെയ്തു ചാനൽ. റീവിസിറ്റ് ചെയ്ത് ഇവരുടെ കുറേ വീഡിയോസ് കണ്ടു. അതിനകത്ത് സ്ഥലം റിലേറ്റഡ് ആയിട്ട് കാര്യം പറയുന്നു, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളിൽ വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് പറയുന്നു, പിന്നെ എവിടേക്കോ അമ്മ മകൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്രോക്കൺ ഫേസ് പറയുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് പല കോണ്ടന്റുകളും മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഒരു സർട്ടൻ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ഒരു 5-6 ദിവസം മുമ്പ് കോണ്ടന്റുകൾ വരുന്നത് നിൽക്കും ചെയ്തു. സോ ഹിയർ ഗോസ് എക്സ്പ്ലനേഷൻ. നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ കൂടി ആയപ്പോൾ പിന്നെ ഇനി നമുക്ക് പറയാം. അതുൽ ബ്ലോ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞത് ഇറിറ്റേറ്റ് ചെയ്യാം നമ്മൾ. എൻ്റെ ഒരു ബന്ധു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഫംഗ്ഷൻ്റെ ഫുൾ പ്രൊമോഷനാണ്, ഫുഡിന് മാത്രമേ ഞങ്ങൾ കാശ് ചെലവാക്കിയിട്ടുള്ളൂ, നിനക്കൊന്ന് വരാൻ പറ്റുമോ, നീ ഒന്ന് വായു, നമുക്ക് ചെയ്തെന്ന കെയർ റെസിഡൻസിലേക്ക് പോവാം, അവർ നമുക്ക് പ്രൊമോഷൻ ആണോ തന്നത് നമ്മളോടൊന്ന് പോയി ചോദിക്കാം. വീഡിയോഗ്രാഫർ പ്രൊമോഷൻ ആണോ ചോദിക്കാം. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യം, ഒരു ഡ്രസ്സ് ഇട്ടോണ്ട്, ഒരു ഡ്രസ്സ് തന്നെയാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ, ഒറ്റ ഡ്രസ്സും ഒരു കേക്കും ആണ് ഞങ്ങൾക്ക് പ്രൊമോഷനായിട്ട് കിട്ടിക്കുന്നത് ആ ഒരു ഫംഗ്ഷന്. ഒരു ഡ്രസ്സ് ഒരു കേക്ക് ഉണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിയുമോ, അറിയോ, നിനക്ക് അതിനെ പറ്റി അറിയോ, നീ അത് നടത്തിയിട്ടുണ്ടാ? പിന്നെ നിങ്ങൾ വിചാരിച്ചല്ലേ ഞാൻ കരഞ്ഞ് തളർന്ന് വന്ന് ഓളിയും ബഹളിടുന്നാണ് വിചാരിച്ചത്. നമുക്ക് ആദ്യം ഉണ്ടായത് ആ അനുഭവമാണല്ലോ. എന്താ വെച്ചാൽ ലൈഫിൽ പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക്. പക്ഷെ നമ്മളത് നമ്മളെ ഓരോ അവസ്ഥകൾ നമ്മുടെ ജീവിതം പഠിപ്പിക്കാമല്ലോ. അങ്ങനെ പഠിപ്പിച്ചു വന്ന ഒരു അച്ഛനമ്മയാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫുൾ ഒരു 50 മിനിറ്റിന് മുകളിലുള്ള വീഡിയോയിൽ കണ്ടിന്യൂസ്ലി കുറേ യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഡെഫിനറ്റ്ലി ഇവരുടെ കോണ്ടന്റ് കൊണ്ടുപോയി ഓഡിറ്റ് ചെയ്ത് എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകൾ, ട്രോൾ പേജുകൾ വീഡിയോ ഉണ്ടാക്കിയതാണ്. സോ ഡെഫിനറ്റ്ലി അവർക്കത് പറയാൻ പറ്റും. ആൻഡ് അവരൊക്കെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോനകത്ത്. ഓക്കെ, എന്നാലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡെഫിനറ്റ്ലി വരാം. സോ ഇതിനകത്ത് ഇവർ പറയുന്ന, ഐ തിങ്ക് ഇവർ അതുലിനെയാണ് മെൻഷൻ ചെയ്തത്, പക്ഷേ അതുലല്ല, എനിക്ക് തോന്നുന്നു അനന്തുമാണ് തോന്നുന്നു വീഡിയോ ചെയ്ത സമയത്തെങ്ങാണ്ട് ഇവർക്കെല്ലാം കൊളാബാണ് കിട്ടിയതെന്ന് പറയുന്നു. നമ്മളൊക്കെ റിയാക്ഷൻ ചാനലും ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ എനിക്കിത് പെർട്ടിക്കുലർലി കണക്റ്റ് ആവും. അപ്പോൾ നമ്മളൊരു കോണ്ടന്റിൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിലേതെടുക്കണം എടുക്കണ്ട എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ താല്പര്യമാണ്. ഒരു റിയാക്ഷൻ ചാനൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പേഴ്സണൽ താല്പര്യമാണ്. നമുക്ക് കണ്ടിട്ട് വിശ്വസിക്കാവുന്ന രീതിയിൽ ഓക്കെ ഇത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കാം എന്നുള്ളത് തോന്നിയിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തിടുകയാണ് ചെയ്യാറ്. മേ ബി ഈ പറഞ്ഞ ചാനലിലുള്ളവർ അങ്ങനെ ചെയ്തതായിരിക്കാം. നിങ്ങളുടെ റിലേറ്റീവോ വേറെ ആരെങ്കിലും, എന്താണെങ്കിലും നിങ്ങളറിയുന്ന നിങ്ങളുടെ ബന്ധപ്പെട്ട ആരോ നിങ്ങൾക്ക് തന്നെ ഇട്ട് വെച്ച വെപ്പാണത്. അത് ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഓക്കെ, പിന്നെ യൂട്യൂബ് ചാനലിലുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു കൊളാബ് വരില്ല, കിട്ടില്ല എന്നുള്ള ആസ്പെക്റ്റ് അവരൊരിക്കലും ചിന്തിക്കില്ല. ബട്ട് ഫോർ മീ കൊളാബ് കിട്ടാൻ വളരെ പാടായിരിക്കും. പ്രത്യേകിച്ച് കല്യാണവും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് കംപ്ലീറ്റ് കൊളാബിലൊരു കല്യാണം നടക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഓക്കെ, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് കല്യാണമൊക്കെ എങ്ങനെ കൊളാബ് പോകുക, അല്ലെങ്കിൽ അത്രയും അൾട്രാ സെലിബ്രിറ്റി ലെവലിലുള്ള ആളുകളായിരിക്കണം. മേ ബി ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ചിലപ്പോൾ എടുത്തിട്ട് ആ വീഡിയോ ആക്കിയിട്ട് വിൽക്കും അവർ, അങ്ങനെയൊക്കെ. അത് ലൈക്ക് നയൻതാര അങ്ങനെയൊക്കെ പോകണേ. അത് അല്ലാതെ യൂട്യൂബ് വീഡിയോ ഇടുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് മാത്രം അവരുടെ മകളുടെ കല്യാണം കംപ്ലീറ്റ് കൊളാബിൽ പോകുന്നുള്ളത് ഡൈജസ്റ്റ് ആവാൻ ശേഷം പാടുള്ള കാര്യമാണ്. ഓക്കെ, സോ അവരിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഇതിൽ നിങ്ങൾ യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി കുറ്റം പറയേണ്ടത് നിങ്ങളെ ചുറ്റും നിന്ന് നിങ്ങളോട് ചിരിച്ച് കാണിച്ച്, പക്ഷെ നിങ്ങളുടെ പിന്നിൽ കൂടി പോയി ബാക്കിയുള്ളവരിലേക്ക് നിങ്ങളുടെ ഇതാണ് ഇവരുടെ ഫേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓഡിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ലൈഫിൽ നമ്മളൊരു തക്കം കിട്ടിയ കുത്താൻ നിൽക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ്. ഇറ്റ്സ് എ ബെറ്റർ തിങ്. ബട്ട് ഇതൊരു നല്ല ക്ലാരിഫിക്കേഷനാണ്. കാരണം കംപ്ലീറ്റ് കാര്യങ്ങളും ഈ പറഞ്ഞ ഇതല്ല, കൊളാബല്ല എന്നറിയുന്നത് ഒരുപാട് പേര് കൊളാബ് എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞ ആളുകൾക്ക് ഒരു ഐ ഓപ്പണറാണ്. പഠിപ്പിച്ചില്ല, എനിക്ക് പഠിക്കണ്ട, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ ഒരു കടയിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞ ആളെ ഞാൻ എന്താ ചെയ്യണ്ട പറ. ഞങ്ങൾ കാറിൽ പോയി ഇറങ്ങിയിട്ട് ആ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിച്ചു പെറ്റില്ല എന്ന് പറഞ്ഞ ആളെ ഞാൻ എന്ത് ചെയ്യണം? പഠിക്കണ്ട എന്ന് പറഞ്ഞ ആളെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയാ? പിന്നെ തല്ലി വിടുക, ആ തല്ലി വിടാൻ ഇപ്പൊ തല്ലിയ അത് തിരിച്ചു വരണ കേസാ. ഇപ്പൊ ഞങ്ങളുടെ മോളെ തല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിന്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുക അല്ലേ? ഇനിയിപ്പോ പഠിക്കാൻ ചേർത്തി എൻ്റെ ഗൂഗിൾ പേ ആ ചേർത്തിയ ആളുടെ ഫോണിൽ എൻ്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ഇത്ര രൂപ അടയ്ക്കട്ടെ, ആ അടച്ചോ. ഇത്ര രൂപ ബുക്കിന് അടയ്ക്കണം, ആ ഒന്ന് അടച്ചോ. ഈ അടയ്ക്കണത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതോ കാര്യങ്ങളോ ഞാൻ കാണില്ല. ഞാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നുണ്ടോ? ഇതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി ഇതെന്താ അറിയോ, പഠിക്കുന്നതും പഠിക്കാതിരിക്കുന്നതും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ഒരു പ്രായം വരെ കുട്ടികളെ കമ്പൽ ചെയ്ത് പഠിപ്പിക്കുക എന്നാണ്. ഇപ്പോൾ ഇന്നൊക്കെ എൻ്റെ അമ്മയും അച്ഛനും വളരെ ഭയങ്കരമായിട്ട്, അച്ഛനില്ല, അച്ഛൻ പുറത്തായിരുന്നു, അമ്മ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. പഠിക്കുക. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഡെഫിനറ്റ്ലി അമ്മമാരും ബാക്കിയുള്ളവരും പറയുമ്പോൾ നമ്മളെ ചുറ്റുപാടും കാണുന്നു, എല്ലാവരും സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, നമ്മൾ ആ ട്രാക്കിലേക്ക് കയറും. ഓക്കെ, നമ്മൾ കയറാതിരിക്കുകയൊന്നുമില്ല. സോ ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള പറഞ്ഞ സാധനം ഡെഫിനറ്റ്ലി എല്ലാവർക്കും വേണം. അത് വേണ്ട ഒരു കാര്യമാണ്. ഈ ബേസിക് എഡ്യൂക്കേഷനും വാശി പിടിക്കുന്നു, ഒരു കുട്ടി പോകുന്നില്ല എന്ന് പറയുമ്പോൾ ദെയർ ആർ സ്പെഷ്യൽ സെൻറ്റേഴ്സ്. അവിടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കുട്ടിയെ കൊണ്ടുപോകാൻ പഠിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ്, ഓൺലൈൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞു വെക്കുന്നതിൽ ഡെഫിനറ്റ്ലി ഒരു ബ്ലെയിമിംഗ് ഉണ്ട്. ഓക്കെ, ആ ബ്ലെയിമിംഗ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഇവർക്ക് ബാക്ക് ഫയർ ചെയ്യാം. ഡെഫിനറ്റ്ലി ബാക്ക് ഫയർ ചെയ്യാം ഈ ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു അച്ഛനമ്മ അവർ കുട്ടികളെ അന്ധമായി സ്നേഹിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു എന്നുള്ള നിലയ്ക്ക് കുട്ടി ഓൺലൈൻ ക്ലാസ്സിൽ ചേരുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഫോൺ കൊടുത്തു, ഗൂഗിൾ പേ കൊടുത്തു, കുട്ടി കാശ് ചിലവാക്കുന്നു, ഞങ്ങളത് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ അന്ധമായ വിശ്വാസമാണ് ആ കുട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അന്ധമായ വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാവും സംഭവിക്കാൻ പോകുന്നത്. സോ ബെറ്റർ അങ്ങനത്തെ അന്ധമായ വിശ്വാസങ്ങൾ പാരൻസ് എന്ത് ചെയ്യും, ഒരു പരിധി വരെ കുട്ടികളിൽ ഒരു സ്റ്റേജ് വരെ വെക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഫോർ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ടോ,
അവർ ആ പഠിക്കുന്ന കാര്യത്തിൻ്റെ കറക്റ്റ് ട്രാക്കിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ കുട്ടികൾ തന്നെ നിങ്ങളോട് ചോദിക്കാം എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ ചെയ്യാതിരുന്ന് അല്ലെങ്കിൽ പഠിക്കാതിരുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല എന്ന് കുട്ടികൾ തന്നെ തിരിഞ്ഞു ചോദിക്കുമ്പോൾ പാരൻസിന് ഉത്തരമില്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ പോകും. പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ കണക്ക് ഈ 4 മക്കളെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഒരാൾക്ക് വേണ്ടി തന്നെയാണ്. നല്ലപ്പകാലം മുഴുവൻ RCCയുടെ ഉള്ളിലായിരുന്നു ജീവിതം. RCCയുടെ പോയി കയറിയോട്ടും അതിനുള്ളിൽ കിടന്നവർക്ക് അതിന്റെ അവസ്ഥ കാശിനല്ല കണക്ക്. നമ്മൾ ചെയ്തത് നോക്കണ്ട കടമ ജനിപ്പിച്ച നോക്കണ്ട കടമ ഉണ്ട്. അവര് ഏത് മക്കള് ചെയ്യണത് അതിന് തോന്നിയ നിനക്ക് പറയാം. ഒരു കുട്ടിക്ക് നോക്കിയിട്ടോ പിടിച്ചിട്ടോ ഉള്ള പരിചയമില്ലാത്ത നിനക്ക് എന്ത് വേണമെങ്കിൽ ഇത് പറയാം. അതൊരു അമ്മയാവുമ്പോ അതിന്റെ അനുഭവം അറിയാം, അല്ലെങ്കിൽ ഒരു അച്ഛനാവുമ്പോ അറിയാം. ഇപ്പൊ പറഞ്ഞു ഞാൻ തിന്നാൻ കൊടുത്തിട്ടില്ല, ഡ്രസ്സ് മേടിച്ചു കൊടുത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുക. അപ്പൊ ഇത്ര നേരം അവള് ഈ യൂട്യൂബിന്റെ ഉള്ളിൽ വന്ന് ചിരിച്ച് ഉമ്മയൊക്കെ കള്ളത്തരായിരുന്ന. ഓക്കെ, ഇതൊക്കെ പ്യുവർ സങ്കടത്തിൽ നിന്ന് വരുന്നുള്ള പരിപാടികളാണ്. കാരണം അപ്പം നമ്മളെയൊക്കെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഫേസുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ പറയാം, അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ വന്ന് പറയും, ഓന് ഞാൻ പണ്ട് അത് ചെയ്ത് കൊടുത്തിരുന്നു, ഓന് ഇത് ചെയ്ത് കൊടുത്തു. അവർ പറയൂടെ, അവരുടെ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. അവർ അത് കണക്കായിട്ടല്ല, അച്ഛനമ്മമാരത് ചെയ്തു തന്ന കാര്യങ്ങൾ അത് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ്. സോ അതൊരു കണക്ക് പറച്ചിൻ്റെ രീതിയിലേക്ക് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മണ്ടത്തരമേ പറയാറുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതേ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളെ കുട്ടികളുടെ അടുത്ത് നമുക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ ഇവർ ഡയറക്ട്ലി കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് തന്നെ യൂട്യൂബേഴ്സിനെ പറയുന്നുണ്ട്, ഇൻഡയറക്ട്ലിയും കുറേ ആളുകൾ അവർ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ അതിൽ റിയാലിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ മുറിച്ച് വെച്ച് ഡൈസെക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ. അവർക്ക് അപ്പോഴേ അത് ഡൈസെക്റ്റ് ചെയ്ത് വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം യൂട്യൂബിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, അതും പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഈ ഒരു വളരെ ഡെസ്പറേറ്റ് ഫേസാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വയസ്സായ അച്ഛനും അമ്മയും വന്നിരുന്നിട്ട് ഇത്രത്തോളം അവരുടെ കുടുംബകാര്യം, അവരുടെ കോണ്ടൻറ്റ് ഇങ്ങനെയാണ്, അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പുറത്തറിയിക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ റിയാക്ഷൻ ചാനലുകളുടെ ഒരു പരിധി വരെയുള്ളൊരു സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇപ്പം എന്നെ ഐ എം ഓൾറെഡി റെഡി ടു എക്സ്പോസ്. ഞാൻ ഓൾറെഡി ബിഗ് ബോസ് പോയപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു എക്സ്പോസ്. ഞാൻ പറയാം, എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും റിയാക്ഷൻ ചാനലുകളിൽ ഇരിക്കുന്ന പല മുഖങ്ങളുടെയും വേറെ ബോട്ട്സ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അവരാരും പറഞ്ഞിട്ടില്ല. ആൻഡ് ദേ ആർ വെരി സേഫ്. സോ പെട്ടെന്ന് ഓടിക്കയറി, ഇപ്പം ഞാനും പണ്ട് ചെയ്ത കാര്യമാണ്, ഡെഫിനറ്റ്ലി ഞാനത് പറയുന്നു, ഞാനും പണ്ട് ചെയ്ത കാര്യമാണ്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ കയറിയിട്ട് നമുക്ക് പല അസംപ്ഷൻസും പല ഊഹാപോഹങ്ങളും വെച്ചിട്ട് നമുക്ക് കയറി മുറിക്കാം, കളിയാക്കാം, സപ്പോർട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. ബിക്കോസ് അവരുടെ ലൈഫ് ഓപ്പൺ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. റിയാക്ഷൻ ചാനലുകളത് അങ്ങനെയല്ല. സോ നമ്മളൊരു സേഫ് സോണിലാണ് ഇരിക്കുന്നത്. സോ അത് ആക്ച്വലി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളും സ്കാവെഞ്ചിങ് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ ഒരു മൂഡിലാണ്. ഞാനിപ്പോൾ സത്യത്തിൽ ഞാൻ ആ ഒരു മൂഡിലാണ്. കാരണം നമ്മളിപ്പോൾ ആരുടെയെങ്കിലും കോണ്ടൻറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ മൈ മാക്സിമം ലെവലിൽ ഞാൻ ട്രൈ ചെയ്യും. ചീറ്റ് ചെയ്യുക, ആളെ പറ്റിക്കുക, ഉടായ്പ് കാണിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും. അവിടെ ഒരു സിമ്പത്തി ഒന്നും ഞാൻ കാണിക്കില്ല. ബട്ട് ഇങ്ങനെയുള്ള കേസുകളിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ എനിക്ക് ഈ വയസ്സായ ആളുകൾ വന്നിരുന്ന് ഇവരും വ്യൂ ആണ്, ഇവർ ഇത് തന്നെയാണ് വരുമാനം മുന്നോട്ട് പോകുന്നത്, ഇവരുടെ ഒരു കഷ്ടം നിങ്ങൾ ആലോചിച്ച് നോക്കുക. വീട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും മൂന്നാമതൊരാളോട് കുടുംബത്തിൽ സ്വന്തം മകൾ ഓടിപ്പോയതിൻ്റെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വെച്ച അതേ പയ്യൻ്റെ കൂടെ ഇവർ നിശ്ചയിച്ചതിൻ്റെ മുമ്പ് പോയിട്ട് കല്യാണം കഴിച്ചതിൻ്റെ കഥയൊക്കെ വന്നിരുന്ന് നറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. ഇത് നമ്മളെ കുടുംബത്തിലാണ്, നമ്മളെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ ഒരു ക്യാമറേൻ്റെ മുന്നിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഫീൽ ലൈക്ക് ഓ മാൻ, ഇത് തോന്നും. ഓക്കെ, അപ്പം എന്താണെങ്കിൽ ഇവർ ആ സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഇവർ ഈ കണക്ക് നമുക്ക് കേൾക്കുമ്പോൾ കണക്കായിട്ട് തോന്നാം. ഓക്കെ, നമുക്ക് ഡെഫിനറ്റ്ലി ഇത് കണക്കായിട്ട് തോന്നാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനമ്മമാരിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഉണ്ടാക്കിയതാണ്, നോക്കണം, കണക്ക് പറയേണ്ട ആവശ്യം എന്താ? നാളെ ഇതേ ചോദ്യം ഞാൻ ഇതേപോലെ ബിഹേവിയറിൻ്റെ മക്കളോട് കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്നോട് തിരിച്ചു ചോദിക്കും. ഞാൻ നാളെ ഒരു മകനെയോ മകളെയോ വളർത്തി കൊണ്ടുവന്നിട്ട്
ഞാനും ഇങ്ങനെ പറയാം, പണ്ട് നീ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു, പണ്ട് നീ അങ്ങനെ. ആ കുട്ടികളും എന്നോട് ഇത് ഡെഫിനറ്റ്ലി ചോദിക്കും. മനസ്സിലായോ? നമ്മൾ കടന്നു പോയ അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മളെ മക്കളിലേക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിക്കുക. പഴയ ജനറേഷൻ ഇങ്ങനെയാണ്, അവരങ്ങനെ പറയും, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജീവിതം എന്താണെന്നറിയും, 26 വർഷത്തിനോട് ഞങ്ങൾ അനുഭവിച്ചെങ്കിലും പുറം ലോകത്ത് ചിരിച്ചിട്ട് എന്നെ നിന്ന്. പിന്നെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നീ ഒന്ന് കൊണ്ടു തന്നിട്ടില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ 2 നില വീട്ടിലാണ് ജീവിക്കുന്നത്. കോടീശ്വരിയാണ്, എൻ്റെ കോടി ഗ്ലാസ്. ഇതാണ് ഞാൻ പറയേണ്ടത്. അപ്പം പൊക്കച്ച തള്ള പൊങ്ങച്ച എന്ന് പറയാം. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഡെയിലി വീട് ഒരു ഫാമിലി വ്ളോഗ് തന്നെ നമ്മുടെ വീട്ടിൽ, അത് നിങ്ങൾ 10 രൂപ കൊടുന്നു തരും, നിങ്ങൾ തരുന്ന വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാണ്ടായപ്പോൾ പോലും ഒരാൾ എനിക്ക് കാശ് സഹായിക്കണം വേണ്ട. ഇതൊക്കെ തന്നെയാണ് എക്സാക്ട് പോയിന്റ്. ഞാൻ കുറേ കാലങ്ങളായിട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഡേ ലൈഫ് വ്ളോഗർ. ഓക്കെ, ഡേ ലൈഫ് വ്ളോഗറിന്, ഒരു ഫാമിലി വ്ളോഗിന് ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരിക. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ റീസെൻ്റ്ലി കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. പക്ഷെ എന്ത് കണ്ടൻ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കണ്ടൻ്റ് ആക്കേണ്ട ഒരു അവസ്ഥ. തിന്നുന്നതും തൂറുന്നതും ഉറങ്ങുന്നതും അടക്കം കണ്ടൻ്റ് ആക്കേണ്ട ഒരു അവസ്ഥയും. അവിടെ ഡെഫിനറ്റ്ലി ഓഡിറ്റിങ് വരും. കമൻറ്റ് ബോക്സ് ഓഡിറ്റിങ്, ഉപദേശം, കാര്യങ്ങളൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്, അത് പോട്ടെ. അതല്ലാതെയും ഒരുപാട് ഓഡിറ്റിങ്ങുകൾ വരും. മനസ്സിലായില്ലേ? സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, ഫാമിലി വ്ളോഗറാണ്, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലെ ഹാപ്പനിങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ബി ട്രൂ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്ലെയിം ഗെയിം ഡെഫിനറ്റ്ലി ഓണാണ്. ട്രൂ അല്ലെങ്കിലും നിങ്ങൾക്ക് ഫേക്ക്നെസ് കാണിച്ചാലും ബ്ലെയിം ഗെയിം എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ തലയിൽ കളിക്കാൻ ആളുകളുണ്ടാവും. സോ ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഗെയിൻ സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലുള്ള ഹാപ്പനിങ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അതും നിങ്ങളുടെ ചാനലിലോ അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയയിലോ എക്സ്പോസ് ആവുന്ന സമയത്ത് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കയറും, കുറേ ആളുകൾ, ക്രിറ്റിസിസം ഡെഫിനറ്റ്ലി വരും, ബട്ട് സ്റ്റിൽ സപ്പോർട്ടും വരും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇതുവരെ ഇല്ലാത്തൊരു വ്യൂവർഷിപ്പും കടന്നു വരും. ഇത് വാണ്ടഡ്ലി ചെയ്യുന്നവരും ഉണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. വാണ്ടഡ്ലി ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഫേക്ക് ഫൈറ്റുകൾ, ഫേക്കായിട്ടുള്ള പല സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. മനസ്സിലായോ? സോ വ്യൂവർഷിപ്പിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഡിമാൻഡും ഉണ്ട്. ഇപ്പം നോർമലായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഒരു വളരെ എന്താ പറയുക സോഫ്റ്റ് പേസിൽ വീഡിയോസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും റീച്ചും ഇല്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഗഡ്ബഡ് കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് കുറച്ച് റീച്ച് കയറുന്നതും കുറച്ച് ആളുകൾ കൂടുതലായിട്ട് വ്യൂവർഷിപ്പ് കയറി വരുന്നതും. ഇതൊക്കെ ഒരു ഫാമിലി വ്ളോഗ്, ഡേ ടു ഡേ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഭാഗം തന്നെ അടിക്കും. ഭയങ്കര ടഫാണ് ഈ സാധനം. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ വേണ്ട, നമുക്ക് തീർത്തും ഒരാളെ ഇതാക്കാൻ പറ്റുന്നത്. നമുക്ക് എന്താവസ്ഥയിലേക്ക് നാളെ നമുക്ക് പോവാന്നറിയില്ല. നമ്മളെ കയ്യിൽ കാശില്ലാണ്ട് ഒരുമ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ വസ്തു വിൽക്കണേന്നുള്ളതാണ്. ഇതാണ് നമ്മൾ, അതായത് മണ്ഡപത്തിന് കൊടുത്ത അഡ്വാൻസിന്റെ ബില്ലാണിത്. ഇത് കൊടുത്തിട്ട് ഏത് ഡേറ്റിനാ? 7/12/2024. പക്ഷെ നമ്മളിത് ബുക്ക് ചെയ്ത് എൻഗേജ്മെന്റിനേക്കാൾ മുന്നേ നമ്മൾ കല്യാണ ഡേറ്റ് നിശ്ചയിച്ച കാര്യം നമ്മൾ ഓൾറെഡി ഇത് 1-ാം തീയതി, അതായത് എന്ത് പറയാ, May 1-നാണ്. അത് ഞാൻ സൈഡ് കൊടുക്കാം. പുടവ കൊടുക്കലും മാരേജ് ഫംഗ്ഷനും പുടവ കൊടുക്കലും May 1-നാണ് അവിടെ വെച്ചിട്ടുള്ളത്, KRL വെച്ചിട്ട്. പിന്നെ 3-ാം തീയതി കല്യാണ ഫംഗ്ഷനാണ്, അത് ഞാൻ സൈഡിൽ കൊടുക്കാം. വസ്തു വിൽക്കേണ്ട മടിക്കാണ്. അത് ഫുള്ള് നമുക്ക് കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ നമുക്കത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം. എന്താ വെച്ചാൽ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കാണിച്ചു തരാം. അത് നമുക്ക് അഡ്വാൻസ് കിട്ടിയതൊക്കെ കറക്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് കാണിക്കാത്തത് എന്താ വെച്ചാൽ അതിന്റെ ഒരു കാര്യം നമുക്കുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കാര്യം നമുക്കല്ല, ഇന്ന് മേടിക്കണമൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളത് അവരുടെ കാര്യങ്ങളോ ഡീറ്റെയിൽ നമ്മൾ പറയുമ്പോൾ മേടിച്ച ആൾക്കും അറിയാം, വിറ്റ് ഞങ്ങൾക്കും അറിയാം. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞത് ഈ സ്ഥലത്തിന് ആളില്ലാഞ്ഞിട്ടല്ല, ഈ സ്ഥലത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഏതൊരാൾ സ്ഥലം മേടിക്കുമ്പോൾ ഒരു 6 മാസം കരാർ ചെയ്തല്ലേ, അല്ലെങ്കിൽ 4 മാസം ചെയ്തു, 5 ദിവസം അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ കൊടുക്കാൻ സമയമില്ല. നമുക്ക് എത്രയും നമ്മളെന്തായാലും സ്ഥലം വിൽക്കുകയാണ്, അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ അതിന് പറ്റിയൊരാൾ വന്നു, അവർ സ്ഥലം കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ഞങ്ങൾ 2 ദിവസത്തിനുള്ള നീ പറഞ്ഞ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ യൂട്യൂബിലൂടെ തന്നെയാണ് എനിക്ക് ഈ കച്ചവടം നടന്നത്. ഒരു ബോക്കർ വന്നിട്ട് കച്ചവടം നടത്താൻ ആ ബോക്കർ കാശ് ഞാൻ അവർക്ക് കൊടുക്കണം. ഞങ്ങൾക്കത് കൊടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, അടുത്ത ഒരു ഭയങ്കരമായിട്ടുള്ള കുറ്റം ഇവരുടെ പേരിലുണ്ടായിരുന്നത്,
ഇവർ പൈസ ഇല്ല കല്യാണം നടത്താൻ. ആ കാരണം കൊണ്ട് ആ കുട്ടിയെ കുറേ കുറ്റം പറഞ്ഞു. പൈസ ഇല്ല എന്ന് അച്ഛനും അമ്മയും യൂട്യൂബിൽ വന്ന് പറയുന്നത് കേട്ട് മടുത്ത കുട്ടി കല്യാണത്തിൻ്റെ ഡേറ്റ് ഒന്നും നോക്കാതെ കല്യാണം ഉറപ്പിച്ച് ചെക്കൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? സ്ഥലമാണെങ്കിൽ വിറ്റൂടെ? പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്ലിയർ ആയിട്ട് ഇവർ പറയുന്നു സ്ഥലം യൂട്യൂബിലിട്ട വീഡിയോ കണ്ടിട്ട് തന്നെ ഒരാൾ വന്നിട്ട് അത് കരാറാക്കി മേടിച്ചു എന്ന് പറയുന്നു. 4 മാസം ഗ്യാപ്പിൽ ബ്രോക്കർ ഫീ ഇല്ലാതെ തന്നെ യൂട്യൂബിലായിട്ട വീഡിയോ കാരണം തന്നെ ഇവർക്കത് സെയിലായി എന്ന് പറയുന്നു. സോ പൈസ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ ഇടയിലുള്ള വിഷയം എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തുകൊണ്ടോ പലരും സംസാരിച്ച സമയത്ത് ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്താണ് ഇതിലൊരു കുറച്ചെങ്കിലും നമുക്കൊരു ക്ലാരിറ്റി വരുന്നത്. മണിയല്ല, പൈസ എന്ന് പറഞ്ഞ വിഷയമല്ല, സ്ഥലമല്ല, അങ്ങനത്തെ ഒന്നും വിഷയങ്ങളല്ല. ബിക്കോസ് അവർ ഓൾറെഡി കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡേറ്റിന് May 1 ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള സ്ഥലം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഓൾറെഡി പ്രിപ്പയർഡാണ്. സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒബിയസ്ലി പൈസ കാണുമല്ലോ, പൈസ ഇല്ലാതിരിക്കുകയൊന്നുമില്ല. സോ നോ, അപ്പോൾ പൈസ സാധനങ്ങൾ വിഷയങ്ങൾ നോ, അതൊന്നുമല്ല. സംതിങ് എൽസ്, സംതിങ് വെരി എന്താ പറയുക, അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ അറിയില്ല. എന്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇവർ പറഞ്ഞാലല്ലേ, ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് പ്രശ്നവും കാര്യങ്ങളും പറയും. അല്ലാത്ത പക്ഷം അവർ പറഞ്ഞ് കേൾക്കുക. എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ ഊഹിച്ച പോലെ ഞാൻ ഊഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇനീഷ്യൽ ടൈമിലൊരു വീഡിയോ കണ്ട സമയത്ത്. സ്ഥലം വിറ്റിട്ട് ഇനിയിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് മേ ബി അങ്ങനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമം കണ്ട് അങ്ങനെ പോയി ഞാനും വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയും ബാക്കിയുള്ളവരും വിചാരിച്ച്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇട്ടെ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടി. പൈസ ഇല്ലാത്ത സീനല്ല. പൊന്നൂര് കിട്ടണമെങ്കിൽ ഇവരുടെ പ്രശ്നം മരിക്കുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ സുനിൽ കുമാർ. മരിക്കുള്ളൂ അമ്പലത്തിൽ ഡോക്ടറാണ്. ആന്റിയെ വിളിച്ചു, മോളെ വന്ന് കാണണമെങ്കിൽ കണ്ടു. മോള് അത് ആ ഒരു അവസ്ഥ എന്താ വെച്ചാൽ മൂത്രം പോയില്ല, വയറ്റിന്ന് പോയില്ല, നീരൊക്കെ വന്ന് ആകെ മുട്ടി. ആ ഒരു അവസ്ഥയിലായിരുന്നു പോയി. അത് കഴിഞ്ഞു അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ ഞാൻ കഷ്ടക്കാരങ്ങളൊക്കെ തീർന്നു. എന്താ വെച്ചാൽ അത്രയും വലിയൊരു, അപ്പോൾ ഈ വീടിന് തറമാന്തിയിട്ട് ഇരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട് വിറ്റ കാശാണ് ഞങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം. പിന്നെ ഞങ്ങളുടെ ദേഹത്തുള്ള കുറച്ച് ഗോൾഡ്, ഇതാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ സമ്പാദ്യമായിരുന്നു. സമ്പാദ്യം നമുക്ക് വെക്കാൻ സമയമില്ല. ആശുപത്രി കേസ്, എൻ്റെ വീട്ടിലെ ചിലവ് നോക്കണം, അന്വേൻ്റെ അമ്മയ്ക്ക് കാശ് അയച്ചോണം. അത് അന്വേൻ്റെ കാശ് അയച്ചിട്ട് വേണം അന്വേൻ്റെ വീട്ടിൽ ചിലവ് നടത്താൻ. പക്ഷേ ഒരു ഓഹരി അമ്മയ്ക്ക് അന്വേൻ്റെ അമ്മയ്ക്ക് അയച്ചു തരുന്നു, എൻ്റെ അമ്മയ്ക്ക് അയച്ചു തരുന്നു, എനിക്ക് അയച്ചു തരുന്നു. 3 ആൾക്ക് മാസം കാശ് അയച്ചു തരുന്നു. ഇവരുടെ ഈ കംപ്ലീറ്റ് വീഡിയോ ഇന്ന് കണ്ടവർക്ക് ഒരു കാര്യം എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടുണ്ടാവും. ഇവർക്ക് ഒരുപാട് ലൈക്ക് ഹോസ്പിറ്റൽ കേസുകളുണ്ട്. ഈ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങേർക്കാണെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു വീട്ടിൽ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ടൈമിൽ മലപ്പുറത്ത് പലരും ചോദിച്ചിരുന്നു സാധാരണ ആശുപത്രി എന്താ തറവാടാണോ? ഹോസ്പിറ്റൽ കേസ് എൻ്റെ പൊന്നോ, ഭയങ്കര ഹോസ്പിറ്റൽ കേസ്. എൻ്റെ അച്ഛൻ തന്നെ ഒരു സമയത്ത് അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി മേടിച്ച് വീട്ടിലേക്ക് പൈസ അയച്ചിരുന്നൊരു വ്യക്തി എന്നുള്ളത് കേട്ടറിവ് എനിക്കുണ്ട്. പണ്ട് മുതലിങ്ങനെ അച്ഛൻ ഒരു കാര്യത്തിനും നമുക്ക് നോ ഇല്ല, എല്ലാം ഭയങ്കരമായിട്ട് ചെയ്തു തരുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഈ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ വീഴോടെ. ഇനി എത്ര പൈസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ വീഴും. കാരണം നമ്മൾ വിചാരിച്ചോടത്തൊന്നും ആയിരിക്കില്ല ബില്ലോ കാര്യങ്ങളോ നിൽക്കുക. ഡെഫിനറ്റ്ലി ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ബാലൻസ് തെറ്റിയ സിറ്റുവേഷൻ വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ കേസാണ്. അതിപ്പോൾ എബ്രോഡ് അച്ഛനും അമ്മമാരൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എബ്രോഡിൽ നിന്ന് പൈസ വരുന്നവർക്ക് വീട്ടിൽ പൈസ കാണാതെ ആകുമ്പോൾ കംപ്ലീറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നൊരു സമയം വരുമ്പോൾ അത് ഭയങ്കര സിറ്റുവേഷനാണ്. അത് അനുഭവിച്ചവർക്ക് അത് അറിയൂ. ഡെഫിനറ്റ്ലി ഇവർ ആ ഒരു ഫേസിലൂടെ പോയതാണ്. പിന്നെ ഇവരുടെ കുട്ടിക്ക് വന്ന അസുഖവും കാര്യങ്ങളും ഇവർ കംപ്ലീറ്റ്ലി അതാണ് പറയുന്നത്. ഒരു അച്ഛനും അമ്മയും കുട്ടികളെ ഇങ്ങനെ നോക്കി വളർത്തി അവരനുഭവിച്ച പ്രശ്നങ്ങൾ, അവർ സഫർ ചെയ്ത കാര്യങ്ങൾ അവരിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് ഞാൻ കംപ്ലീറ്റ്ലി ആ സാധനങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല എടുത്തിട്ട്. കാരണം കംപ്ലീറ്റ്ലി ഇനി അത് തന്നെയാണ് ഇവർ ടോപ്പ് ടു ബോട്ടം പറയുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അച്ഛനമ്മ ആരുടെ അടുത്തൊന്നും തെണ്ടിയതൊന്നുമല്ല. ആ സ്ഥലത്തിന് അങ്ങനെ ആരെങ്കിലും ആവുകയാണെങ്കിൽ പെട്ടെന്ന് കച്ചവടം ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ പറഞ്ഞാൽ അന്ന് കൂടുന്നുണ്ട്. ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടാണ് എന്നെ അവിടുന്ന് ഗൾഫിൽ നിന്ന് വിളിച്ചത്. ഒരുപാട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, കുറേ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അന്നത്തെ ആ ഒരൊറ്റ വീഡിയോ എനിക്ക് ആ ഒരു കുട്ടി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു തരുന്നതും അവരുടെ പേരൻസിന് വിട്ടതും കച്ചവടമാക്കിയതും. ഇപ്പം പറഞ്ഞു സ്ഥലം കച്ചവടം ചെയ്യാണ്ട് സ്ഥലം പോയി, എല്ലാം പോയി അല്ലേ. പിന്നെ എന്താ എന്നിട്ട് ഞാൻ അവനോട് പറയാണ്, അവൻ ഇത് നമ്മളെ വിട്ട് ജീവിക്കില്ല. ആയിക്കോട്ടെ, അവന്റെ യോഗ അതാണ്. ആയിക്കോട്ടെ,
നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടത് നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് മൂത്ത മുളയെന്ന് കിട്ടി, രണ്ടാമത്തെ മുളയെന്ന് കിട്ടി, ഇനിയിപ്പോൾ ഇത് രണ്ടാളും കൂടി ഉണ്ടല്ലോ, ഒന്നൊത്ത രണ്ടൊക്കെ രണ്ടൊത്ത മൂന്നൊക്കെ ഒന്നും പറയും. ഈ മൂന്നൊക്കുമ്പോഴേക്കും നമ്മൾ ഉണ്ടാവൂന്നുള്ള കാര്യമാണ്. കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ സത്യം പറഞ്ഞാൽ പറഞ്ഞു ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു മനസ്സിലേക്ക് എത്തി. അങ്ങനെ ചെയ്യുകയാണെങ്കിലും നിന്റെ ഇപ്പോ അർദൂരെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെയാണ് അതിന്റെ കാരണക്കാര്. ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിനുള്ള ഉത്തരവാദി. അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് ഇനി എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് അടിച്ച് ആവാണ്. നിങ്ങളോ ഓരോരുത്തരാണ് 2 ദിവസം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റും. ഇന്നലെ പുലർച്ചെ 4-5 മണി കണ്ണടയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറേ യൂട്യൂബ് ചാനലുകളെ ബ്ലെയിം ചെയ്തിട്ടോ, കുറേ റിയാക്ഷൻ ചാനലുകൾ, ട്രോൾ പേജുകളെ ബ്ലെയിം ചെയ്തിട്ടോ അല്ല. ദിസ് ഈസ് ദ കോണ്ടന്റ്. നിങ്ങളുടെ കോണ്ടന്റ് ഇതാണ്, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും റോക്ക് ബോട്ടം ലെവലിൽ കാണുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ഫേസ് ഇതാണ്. ഈ വീഡിയോ കാണുന്ന ഇവരെ സിറ്റുവേഷൻ കാണുന്ന ഓരോരോ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും മേക്ക് ഷുവർ നിങ്ങൾ എന്തൊക്കെ റിവീൽ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ റിവീൽ ചെയ്യേണ്ട, നിങ്ങൾ എവിടെ എന്ത് ഫേക്ക് ചെയ്യണം, നിങ്ങൾ എന്ത് ഫേക്ക് ചെയ്യേണ്ട. ഐ നോ അവർ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവരെ സമ്മതിച്ചു. ഐ നോ ദം പേഴ്സണലി. അവരുടെ കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസിലും ഇറ്റ്സ് പ്രിറ്റി മച്ച് ക്ലിയർ. ബിക്കോസ് എനിക്കത് അറിയുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ അറിയുന്നത് കൊണ്ടും അവരുടെ കോണ്ടൻറ് ക്രിയേഷൻ്റെ രീതികൾ അറിയുന്നത് കൊണ്ടുമാണ് ഇപ്പോഴും മലയാളികൾ ഭയങ്കരമായിട്ട്, അങ്ങനെ ഒരു ചാനലല്ല 1-2 ചാനലുകളുണ്ട്, ദേ ആർ ദെയർ. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് ഡെലിവർ ചെയ്യണം, എന്ത് ഡെലിവർ ചെയ്യേണ്ട, കൃത്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടെ നെഗറ്റീവ് ഇല്ല. ആളുകൾക്ക് അവിടെ വീഡിയോ കാണുന്നു, ഹാപ്പി ആവുന്നു, അവർ പോകുന്നു. വാട്ട് പീപ്പിൾ വാണ്ട് ദേ ഡെലിവർ ഇറ്റ്. അങ്ങനത്തെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന സാധനം ശരിക്കും ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിലേക്ക് വരണം. അല്ലാതെ ഇതേപോലെ കുറച്ച് സീനാണ് വീട്ടിലെ കാര്യങ്ങൾ. ഇനി പുതിയതായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് തുടങ്ങുന്നവരോടാണ് പറയാനുള്ള, ഫാമിലി വ്ളോഗ് തുടങ്ങുന്നവരോടാണ് പറയാനുള്ള. സീനാണ് മക്കളെ. ഇപ്പോൾ പ്രഗ്നൻസി വ്ളോഗ് നിങ്ങൾ ട്രെൻഡിങ്ങിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു, പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾ ട്രെൻഡിങ് ലിസ്റ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രഗ്നൻസി റിവീലിംഗ്, പിന്നെ കുട്ടി ഉണ്ടായ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായത് ഒക്കെ ഒരു 10 ടോപ്പ് ട്രെൻഡിങ്ങിൽ 5-6 പ്രഗ്നൻസി റിലേറ്റഡ് ആയിരിക്കാം. ഫൈൻ. കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഉപദേശം, മറ്റത് മറച്ചത്, പിന്നെ ഒരു ഫേസ് കഴിയുമ്പോൾ അതുവരെ ആ ചാനലിനകത്ത് ഉള്ളതിനേക്കാൾ ഡബിൾ ട്രിപ്പിൾ വ്യൂവർഷിപ്പ്. സോ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര കിക്കായിട്ട് മാറുന്നതാണ് ആ ചാനലിലെ ആളുകൾക്ക്. കാരണം അത്രയും വ്യൂവർഷിപ്പ് വരികയാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ വ്യൂവർഷിപ്പ് ഇങ്ങനെ മെല്ലെ പതിയെ താന്ന് പോകും. അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു മൈൻഡ് വരും. ദിസ് റിയലി ഹാപ്പൻസ്. ലൈക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു ഗർഭം കൂടി വേണ്ടേരുമോ ചാനൽ പൊങ്ങാൻ എന്ന് എന്നോട് പേഴ്സണലി പറഞ്ഞ ആളുകളുണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ. കാരണം അന്ന് ഗർഭിണിയായി, അന്ന് ആ ഗർഭം കാര്യങ്ങൾ അത് ഇതെന്ന് പറഞ്ഞ ചാനൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം ഇല്ല, ചിലപ്പോൾ ഇനി ഒന്നും കൂടി ഗർഭം. പീപ്പിൾ ആർ ദെയർ. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കൊണ്ടു നടക്കാൻ അറിയാം, ഫാമിലി വ്ളോഗ് കൊണ്ടു നടക്കാൻ അറിയാം, ചിലർക്ക് ഒട്ടും അറിയില്ല. അറിയാത്ത ആളുകൾക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത, ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ വെച്ച് ഓഡിറ്റ് ചെയ്ത് സംസാരിക്കുന്നവരുടെ 4 വാക്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം അത്ര ഭീരുക്കളൊന്നും ആവരുത്. നിങ്ങൾ ബി സ്ട്രോങ്. ഈ ഫേസും കടന്നു പോവും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി തിരിച്ചു വന്നിട്ടുണ്ട്, അവർ ഹാപ്പി ആയിട്ട് ഇപ്പം നിങ്ങളൊപ്പം ഉണ്ട്. നാളെ മറ്റേ കുട്ടിയും വരും. എന്തെങ്കിലും ഒരു ഫേസിൽ സംഭവിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ റീസൺ ഒക്കെ മാറും. ഞങ്ങൾ ഇതിന്റെ കാരണങ്ങളും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ, ഒരിക്കലും കാശ് ചെലവാക്കണ്ടായെന്ന് വെച്ചിട്ടല്ല ഈ കല്യാണം പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തത്, എല്ലാത്തിനുള്ള തെളിവും ഞങ്ങളുടെ ഉണ്ട്. എല്ലാത്തിനും തെളിവും മനസ്സിലായോ? സ്വർണ്ണം എടുക്കാനുള്ള ആളെ വിളിച്ചതും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ തെളിവ് തന്നെയാണ്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയും ഇതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കിക്കൂടെ. അപ്പം ഈ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ, ഇത് ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ.
അതിൽ അവർക്ക് താല്പര്യം നിങ്ങള് മറ്റുള്ളവരുടെ ഒരു കുടുംബം സ്നേഹിക്കുന്ന ഒരാൾക്കാർ നമ്മുടെ വിഷമം കണ്ടിട്ടാവും ചിലപ്പോ ആ വസ്തു മേടിക്കണം. അവർക്ക് ചിലപ്പോ വസ്തുവിന് ആവശ്യം ഉണ്ടായിട്ടാവില്ല, നമുക്കൊരു ഹെൽപ്പായിട്ട് വരും. അതും കൂടിയിട്ട് കണക്കാക്കിയിട്ടാവും. ആ ഒരു വീഡിയോ എന്തോ ആവട്ടെ, ചിലപ്പോ നമ്മളൊരു ആ സമയത്ത് ഒരു മാനസികാവസ്ഥ ആ ഒരു കുട്ടിക്ക്. പക്ഷെ ഞാൻ വേണ്ട, ഞങ്ങൾ വിശ്വസിക്കണം മാതാവായാലും വിഷ്ണുവായാലും ഞാൻ കൈവിടില്ല. ഞാൻ പറഞ്ഞേ കല്യാണത്തിന് ഇത്ര ദിവസമുള്ള എനിക്ക് ഉറപ്പായിരുന്നു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ സമയമാകുമ്പോൾ നടക്കും. കഴിഞ്ഞ ആഴ്ച അടക്കം എനിക്ക് വയ്യാണ്ടായിട്ട് ബ്രസ്റ്റ് താടുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ നിൽക്കാനുണ്ട് കുറച്ച് കാര്യം കല്യാണത്തിൻ്റെ ഏത് കാര്യങ്ങൾ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോവാൻ പറഞ്ഞു. നീ അതൊക്കെ ചെയ്ത് നടന്നു, നീ നിന്റെ കാര്യം നോക്ക്, നിക്ക് വരട്ടെ. അല്ല, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അത് ഇനി കുറ്റായിട്ട് വരൂട്ടാ. അത് തിരിച്ച് ഇനിയിപ്പോ ഇതിന്റെ ട്രോളന്മാര് നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിട്ട് ഇരിക്കണോ? ഇട്ടോളെ, നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം ആയിട്ടാണ് ഞങ്ങൾ, അല്ല നിങ്ങളുടെ ആൾക്കാർ കാണും. മക്കൾക്ക് അച്ഛനും അമ്മ ഇല്ലാണ്ടാക്കി നിങ്ങൾ മാത്രമായിട്ട് കാണുന്നുണ്ടോ? സത്യാവസ്ഥ അറിയാണ്ടുള്ള പെരുമാറ്റങ്ങളാണ്. അത് പോണ്ടോര് പോയി. അത് നിങ്ങൾക്ക് ചെയ്ത തെറ്റാണ് ഞാൻ കേൾക്കണ. എനിക്കത് ചെയ്യാത്ത ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ചെറിയ പെൺകുട്ടി, ഒരു 10-21 വയസ്സുകാരി അവളിട്ടിട്ട് വീഡിയോ. എന്റെ പൊന്നു മോളെ, നീയൊക്കെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോ എന്നിട്ട് നീ ഇപ്പൊ ഇതാക്ക്. പ്രേമിച്ചോളിച്ചോണ്ടവരൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാം, പക്ഷെ അതോട് ചോദിച്ച് കരയണ രണ്ടെണ്ണുണ്ട്, 2 ആത്മാക്കളുണ്ടല്ലോ. സ്വന്തം ജീവിതം സുഖം അനുഭവിക്കാൻ നടന്നോട്ടുകൾ 2 അത് സുഖം അനുഭവിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് സന്തോഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നും ആശുപത്രി ഒന്നും പറയാനില്ല. കാരണം ഇവരൊരു വിഷമം ഫുള്ള് ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ് ഈ എൻറ്റയർ വീഡിയോ. ആൻഡ് ഈ വീഡിയോൻ്റെ ഒരു പോർഷനിൽ അവർ പറയുന്നുണ്ട് ഇനി ഇവരുടെ ലൈഫ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അവരുടെ ഫോൺ നമ്പർ അവിടെ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല. അവരുടെ അഡ്രസ്സ് അവിടെ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല. അവരവിടെ തന്നെ കാണും. സോ ദാറ്റ് ഇൻഡയറക്ട്ലി ഈ പറഞ്ഞ എന്താ പറയുക, കുട്ടിക്കും ആ പയ്യനുള്ളൊരിതാണ്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ പ്രീവിയസ്ലി ഇവരുടെ മൂത്ത മോൾക്ക് സംഭവിച്ചപ്പോൾ ഇത് തന്നെ ഉണ്ടായത്. അവർ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി. സോ ഇവിടെ അങ്ങനെ തന്നെ നടക്കണം. കാരണം ഒരു ഫാമിലിയും ബ്രോക്കണായി പോകാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലെയിം ഗെയിം. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇവരുടെ വീഡിയോ ഒന്ന് കാണുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പൈസ അല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം, അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ദർ ഈസ് സംതിങ് എൽസ്. അത് ഇപ്പോൾ ഇവർ ഈ വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴും മേ ബി ഇനി എനിക്ക് തോന്നുന്നത് അപ്പുറം സൈഡിൽ നിന്ന് ഒരു വീഡിയോ വരാം. ഇപ്പോൾ കല്യാണം കഴിച്ചവരുടെ ഈ കുട്ടിയും ഹസ്ബൻഡും കൂടി മേ ബി ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒരു പുതിയ ചാനലിനകത്ത് ഫസ്റ്റ് വീഡിയോ തന്നെ എക്സ്പ്ലനേഷൻ ഫോർ അച്ഛനമ്മ വീഡിയോ, റിയാക്ഷൻ ഓൺ അച്ഛനമ്മ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എഗെയിൻ അതൊരു സോഴ്സാണ്, റവന്യൂ മോഡാണ്. ആരും ചിന്തിച്ചു കൂടെ അങ്ങനെ? എന്തായാലും ചിന്തിക്കും. ഇനി അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ അച്ഛനെയും അമ്മേനെയും അടുത്തേക്ക് തിരിച്ചു വരും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മ മക്കളാണ്, ഒന്നായി കഴിഞ്ഞപ്പോൾ മെയ്യിലേക്ക് ഇനിയും ഡേറ്റ് ഉണ്ട്. ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഏപ്രിൽ മെയ് ഉണ്ട്. ഇപ്പോൾ നടന്ന ഈ കല്യാണം മേ ബി മെയ്യിൽ നമ്മൾ തന്നെ കാണും. ചിലപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് ഇനിയും നടക്കും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇവർ ഒന്നായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഇനി കല്യാണം നടക്കാം, അതും സംഭവിക്കാം. സോ ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ഇതൊക്കെ ഹാപ്പനിങ് ആണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഉള്ള പോലെ തന്നെയാണ് അപ്പുറത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കാണുന്ന ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ട്. അതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. ഇപ്പോൾ കമൻറ്റ് ബോക്സിനകത്ത് തന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ട് വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞുള്ള ചാനലൊക്കെ ആ ചേച്ചീനെ തപ്പിപ്പോയിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പരിചയം ഉണ്ടാവില്ല, എന്നാലും ഇരുന്ന് കമൻറ്റ് ഇടും. അത് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അടിച്ച് ഇറക്കി കമൻറ്റ് ഇടുന്നവരുണ്ട്. റിയാക്ഷൻ ചാനലുകളുണ്ട്, എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകളിൽ ഓഡിറ്റ് ചെയ്തിട്ട് നമ്മളെ പെർസ്പെക്റ്റീവ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അതിൽ തന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിൽ ഇടുന്നവരുണ്ട്, ടൈറ്റിൽ ഇടുന്നവരുണ്ട്. ഇതോ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണോ? അത് ഓഡിറ്റ് ചെയ്യാൻ 100 eyes, 1000 eyes ആർ ദെയർ. ഈ കണ്ണുകളിലൂടെയൊക്കെ ഇതിൻ്റെ ഓഡിറ്റിങ് നടക്കും. അപ്പോൾ ആസ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ഒരു ഫാമിലി വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് യു പീപ്പിൾ മേക്ക് ഷുവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യാം ആളുകളെ, അല്ലെങ്കിൽ ഭയങ്കര ട്രൂ ആവാം. ഫേക്ക് ആയാലും ട്രൂ ആയെങ്കിലും മേക്ക് ഷുവർ കാണിക്കേണ്ടത് മാത്രം കാണിക്കുക, പറയേണ്ടത് മാത്രം പറയുക. ഈവൺ ഇഫ് ഒരു കോണ്ടൻറ്റിന് ശേഷം കുറവുണ്ടെങ്കിലും അത് ആ ടൈം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ അടുത്തൊരു കോണ്ടൻറ്റ് കിട്ടും. അല്ലാതെ എല്ലാം കയറി പറയാനും കാണിക്കാനും നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ പോലെ ബെനിഫിറ്റുകൾ കിട്ടാം. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് സ്ഥലമാങ്ങ ആൾ വന്ന പോലത്തെ ആളുകളൊക്കെ വരാം. ബട്ട് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും. ഭയങ്കര ഹാർഡാണ്. ഇതേപോലെ വന്നിരുന്നിട്ട് ഒരു അച്ഛനും അമ്മയും
ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൽ അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷം പങ്കുവെച്ചത് കണ്ടിട്ട് ആളുകളുടെ ഓഡിറ്റിങ്ങിന് വിധേയമായി വന്നിരുന്ന് ഈ കാര്യങ്ങളും കണക്കൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇനി ഇവരെ കല്ലെറിയ ആൾക്കാരുണ്ടാവാം. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും ഇവിടെ. സപ്പോർട്ട് വരാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. കല്ലെറി തന്നെയായിരിക്കും. കാരണം ദിസ് ഹാപ്പൻ പ്രീവിയസ്ലി, ദിസ് ഈസ് ഹാപ്പനിങ് നൗ. മനസ്സിലായോ? അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരിലേക്ക് തന്നെ ഈ ബ്ലെയിം പോകും. കാരണം ഇവർ ഇപ്പോഴും റീസണും പറഞ്ഞിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഇവർ അപ്പുറത്തെ സൈഡിലൊരു ബ്ലെയിം ഇങ്ങനെ ചെറുതായിട്ട് വെക്കുന്നുമുണ്ട്. സോ അത് കേൾക്കുന്നവർ മോസ്റ്റ്ലി ഇനിയിപ്പോൾ അപ്പുറത്തെ കമൻറ്റ് ബോക്സിൽ പോവാം. ഇവരെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അപ്പുറത്തെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇത്രയും നല്ല അച്ഛനും അമ്മയും ഇരുന്ന് കരയുന്നത് നീ എന്തരീ ചെയ്തതെന്ന് വെച്ചാൽ അപ്പുറത്ത് ഡെഫിനറ്റ്ലി അവിടെ ചീത്തവിടെയും കാര്യങ്ങളും കാണാം. അപ്പോൾ അവരതിൻ്റെ റിയാക്ഷനായിട്ട് വരും. ദിസ് ലൂപ്പ് വിൽ കണ്ടിന്യൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൂപ്പിൽ നിന്ന് 10-20 കോണ്ടൻറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഉണ്ടാക്കാം. ബട്ട് വേണമെങ്കിൽ മതി. ഓക്കെ, ഇറ്റ്സ് അപ് ടു അവർ വിൽ. നമ്മുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടാണ്. എന്താണെങ്കിലും ഒന്നാവട്ടെ, ഫാമിലിയാണ്, ഒന്നാവും. കല്യാണം ഇനിയും ഡേറ്റ് ഉണ്ട്, നടക്കട്ടെ. ഡിഫറൻസസ് ഡെഫിനറ്റ്ലി കാണും, ബട്ട് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അതാണ് ഫാമിലി എന്ന് പറയുന്നത്.